വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്യൂണിംഗ് ഓഫ് റേഡിയോ റിസീവേഴ്സ്. റേഡിയോ റിസീവറായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു റേഡിയോയിൽ ഒരു പെർട്ടിക്കുലർ ചാനൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ റേഡിയോ സ്റ്റേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്, ട്യൂൺ ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആക്ച്വലി റേഡിയോ റിസീവർ ഈസ് നത്തിങ് ബട്ട് ആൻ സീരീസ് LCR സർക്യൂട്ട് വിത്ത് എ വെരി ഷാർപ്പ് റെസൊണൻസ് അല്ലെങ്കിൽ നാരോ ബാൻഡ് വിഡ്ത്ത്. ഒരു റേഡിയോ റിസീവർ എന്ന് പറയുന്നത് സീരീസ് LCR സർക്യൂട്ടാണ്. അതിൻ്റെ റെസൊണൻസ് കർവ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള റെസൊണൻസ് കർവ് ആയിരിക്കും. മാത്രമല്ല ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും, വളരെ ചെറിയ നാരോ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. എന്തിനാണ് ഈ നാരോ ബാൻഡ് വിഡ്ത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ ചാനൽ മാത്രം മതിയെങ്കിൽ ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വരുമ്പം ബാക്കി ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ കൂടെ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് നോയ്സ് ആയിട്ട് മാറും. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു പെർട്ടിക്കുലർ ചാനലാണ് വേണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി സിഗ്നൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ റിസീവറിലൂടെ അലോ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ നാരോ ബാൻഡ് വിഡ്ത്ത് ആയിട്ടുള്ള LCR സീരീസ് സർക്യൂട്ട് നമ്മൾ റേഡിയോ റിസീവേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ മാക്സിമം അല്ലെങ്കിൽ ഷാർപ്പ് റെസൊണൻസിൻ്റെ സമയത്ത്, റെസൊണൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ വളരെ കൂടുതലുള്ള സമയത്താണ് നമുക്ക് റേഡിയോ സിഗ്നൽസിന് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്, റേഡിയോ സ്റ്റേഷനിലുള്ള സിഗ്നലുകൾ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്. അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു സീരീസ് LCR സർക്യൂട്ട് വിത്ത് എ വെരി നാരോ ബാൻഡ് വിഡ്ത്ത് ആണ്, അല്ലെങ്കിൽ വെരി ഹൈ അല്ലെങ്കിൽ വെരി ഷാർപ്പ് റെസൊണൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്രമേ നമുക്ക് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള സിഗ്നൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ചാനൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്? നമുക്കറിയാം ട്യൂണിംഗ് നോബ് നമുക്ക് എല്ലാ റേഡിയോസിൻ്റെ മുകളിലും കാണാം അല്ലേ. അപ്പോൾ എന്താണ് ട്യൂണിംഗ് നോബ്സിൻ്റെ ആവശ്യം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു LC സർക്യൂട്ട് എടുക്കുകയാണെങ്കിലും ആ LC സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, വിച്ച് ഈസ് ഗിവൺ ബൈ F = 1/2π√LC. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേഷൻ റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റേഷനിലുള്ള സിഗ്നൽ റിസീവ് ചെയ്യുന്നത്? അതായത് നമ്മൾ വരുന്ന റേഡിയോ സിഗ്നലുകൾക്ക് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടാവും. ഈ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയും നമ്മുടെ LCR സീരീസ് സർക്യൂട്ട്, അതായത് റേഡിയോ റിസീവർ ആയിട്ടുള്ള LCR സീരീസ് സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എപ്പോഴാണോ മാച്ച് ആവുന്നത് ആ സമയത്താണ് ഇതെന്ത് ചെയ്യുന്നത്, മാക്സിമം കറണ്ടിനെ നമ്മുടെ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ സിഗ്നൽ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റിസീവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതാണ് സത്യം പറഞ്ഞാൽ എന്തിൻ്റെ ആവശ്യം, ട്യൂൺ ചെയ്യുന്നതിൻ്റെ ആവശ്യം. അപ്പം നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് LCR സർക്യൂട്ടും ഈ വരുന്ന റേഡിയോ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും എപ്പോഴാണോ മാച്ചിങ് ആവുന്നത് ആ സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആ പെർട്ടിക്കുലർ ചാനൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് എന്നർത്ഥം. ഇനി എങ്ങനെയാണ് ഈ ചാനൽ മാറ്റുക, എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ചാനൽ നമ്മൾ കേൾക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോബ് തിരിക്കുന്നതിനനുസരിച്ച് ഇതിൽ 2 പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവും. അതായത് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്യൂണിംഗ് നോബ് തിരിക്കുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്യൂണിംഗ് നോബ് തിരിക്കുന്നതിനനുസരിച്ച് ഒന്നെങ്കിൽ Lൻ്റെ വാല്യൂ അല്ലെങ്കിൽ Cൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ F = 1/2π√LC പ്രകാരം നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് LCR സർക്യൂട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണോ നമുക്ക് ഈ റേഡിയോ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും നമ്മൾ ഈ ട്യൂൺ ചെയ്തതിനനുസരിച്ച് നമ്മുടെ LCR സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി മാച്ച് ആവുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സിഗ്നൽ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റും. ഇതാണ് ട്യൂണിംഗ് ഓഫ് റേഡിയോ റിസീവേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ LCR സർക്യൂട്ട്. അതായത് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ സീരീസ് സർക്യൂട്ടുകളായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതൊക്കെ പാരലൽ സർക്യൂട്ടുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പാരലൽ LCR സർക്യൂട്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു സ്കീമാറ്റിക് ഡയഗ്രാം? ഏകദേശം ഇതേപോലെ വരും അല്ലേ. അതായത് ഒരു അപ്ലൈഡ് EMF E, പിന്നെ ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ വിച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, അപ്പോൾ ഇത് പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, പാരലൽ സർക്യൂട്ടുകളുടെ കേസിൽ ഓരോ കോമ്പണൻറ്റ്, പാരലായിട്ട് കണക്ട് ചെയ്ത ഓരോ കോമ്പണൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈഡ് EMF ആണ്. അതായത് ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടും റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും, അപ്ലൈഡ് EMF തന്നെയായിരിക്കും, സിൻസ് ഇറ്റ് ഈസ് എ പാരലൽ കണക്ഷൻ. പക്ഷേ കറണ്ട് എങ്ങനെയായിരിക്കും, കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം കറണ്ട് എന്ത് ചെയ്യും, ഈ ബ്രാഞ്ചിൽ ഓരോ ബ്രാഞ്ചിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, സീരീസ് സർക്യൂട്ടുകളാണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും.
ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇ എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലൂടെയുള്ള ടോട്ടൽ കറണ്ടാണ്. ഫസ്റ്റ് ബ്രാഞ്ചിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. ആൻഡ് ലെറ്റ് എ കറണ്ട് ഐ എൽ പാസസ് ത്രൂ ദിസ് ഇൻഡക്ടർ. ആൻഡ് ഈ ഒരു ജംഗ്ഷനിലെത്തുമ്പം ഐ സി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. ഈ ഒരു ജംഗ്ഷനിലെത്തുമ്പം ഐ ആർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പം ഈ ടോട്ടൽ കറണ്ട് നിന്ന് ഓരോ ബ്രാഞ്ചിലെത്തുമ്പോൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുകയാണ് അല്ലേ. സോ ദ എഫക്റ്റീവ് ഓർ ദ ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട് വിൽ ബി ദ വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കറണ്ട് flowing through this branches. So നമുക്ക് എങ്ങനെ എഴുതാം? I equal to IL plus IC plus IR. ഇനി എന്താണ് IL? IL എന്ന് പറഞ്ഞാൽ കറണ്ട് ത്രൂ ഇൻഡക്ടർ. നമ്മൾ സിമ്പിളായിട്ട് ഓംസ് ലോ യൂസ് ചെയ്യുക. സോ IL വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് റെപ്രസെൻറ്റഡ് ബൈ XL. സോ IL ഈക്വൽ ടു E ബൈ XL. E കൊടുക്കാൻ കാരണം എന്താ? ഓരോ കോമ്പണൻസിന് അക്രോസ് ആയിട്ടുള്ളത് എന്താണ്? ഈ ഇ എം എഫ് തന്നെയാണ്, പാരലൽ കണക്ഷൻ ആയതുകൊണ്ട്. സോ ഐ എൽ ഈക്വൽ ടു ഇ ബൈ എക്സ് എൽ ഈക്വൽ ടു ഇ ബൈ എൽ ഒമേഗ. സിമിലർലി ഐ സി വിൽ ബി ഈക്വൽ ടു ഇ ബൈ എക്സ് ഇ. എക്സ് ഇ എന്താ? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ വാല്യൂ 1 ബൈ സി ഒമേഗയാണ്. സോ ദിസ് വിൽ ബി ഇ സി ഒമേഗ. ആൻഡ് ലാസ്റ്റ് ഐ ആർ ഈക്വൽ ടു ഇ ബൈ ആർ. അപ്പോൾ ഓരോ ബ്രാഞ്ചിലൂടെയും പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ ഐ എൽ, ഐ സി ആൻഡ് ഐ ആർ നമുക്ക് കിട്ടി. ഇനി ഞാൻ ഈ ഒരു അനാലിസിസ് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ പാരലൽ എൽ സി ആർ സർക്യൂട്ടിൻ്റെ അനാലിസിസ് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് യൂസിങ് വെക്റ്റർ ഡയഗ്രാം ആണ്. തിയററ്റിക്കൽ അല്ല, വെക്റ്റർ ഡയഗ്രാം വെച്ചിട്ടാണ്. അപ്പോൾ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ഐഡിയകൾ വേണം അല്ലേ. ഐഡിയകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫേസ് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് അപ്ലൈഡ് ഇ എം എഫ് തന്നെയാണ്. ഇൻഡക്ടറിൻ്റെ അക്രോസ് ആയിട്ടുള്ള കറണ്ട് അല്ലെങ്കിൽ ഇൻഡക്ടറിലോടുള്ള കറണ്ടും അപ്ലൈഡ് ഇ എം എഫ് തമ്മിലുള്ള ബന്ധം എന്താ? നമുക്കറിയാം, ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും ലീഡ് ചെയ്യുകയാണ് ചെയ്യുക, കറണ്ടിനേക്കാൾ ലീഡ് ചെയ്യുക അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാം കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ ലാഗ്സ് ദ അപ്ലൈഡ് ഇ എം എഫ് ബൈ പൈ ബൈ 2. ഇവിടെ കറണ്ട് ലാഗ്സ് അപ്ലൈഡ് ഇ എം എഫ് ആ. തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ഇ എം എഫ് ലീഡ്സ് കറണ്ട് ബൈ പൈ ബൈ 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കിട്ടി. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് ലാഗ്സ് അപ്ലൈഡ് ഇ എം എഫ് ബൈ എ ഫേസ് ഓഫ് പൈ ബൈ 2. കപ്പാസിറ്ററിൻ്റെ കേസിലോ കറണ്ട് ലീഡിങ് അല്ലേ. സോ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ ലീഡ്സ് ദ അപ്ലൈഡ് ഇ എം എഫ് ബൈ എ ഫേസ് ഓഫ് പൈ ബൈ 2. ആൻഡ് തേർഡ് വൺ കറണ്ട് ത്രൂ റെസിസ്റ്റർ. കറണ്ട് ത്രൂ റെസിസ്റ്റർ എപ്പോഴും എങ്ങനെയാണ്? ഇൻ ഫേസ് വിത്ത് അപ്ലൈഡ് ഇ എം എഫ് ആണ്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കപ്പാസിറ്റർ, റെസിസ്റ്റർ ആൻഡ് ഇൻഡക്ടർ സർക്യൂട്ടുകളുടെ കേസിലുള്ള കറണ്ട് ആൻഡ് വോൾട്ടേജ് ഫേസ് റിലേഷൻസ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് ഫേസർ ഡയഗ്രാം വരച്ച് വയ്ക്കാമല്ലോ. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഫേസർ ഡയഗ്രാം. നോക്കുക, ഇവിടെ ഞാൻ എല്ലാ കോമ്പണൻസിലൂടെയുള്ള ഇ എം എഫ് കോമൺ ആയതുകൊണ്ട് ഞാൻ ഈ ഇ എം എഫിനെ ഞാൻ പോസിറ്റീവ് എക്സ് ആക്സിൽ ഞാൻ ആദ്യം മാർക്ക് ചെയ്യുന്നു. ആൻഡ് കറണ്ട് ത്രൂ റെസിസ്റ്റർ ഇൻ ഫേസ് വിത്ത് അപ്ലൈഡ് ഇ എം എഫ് ആണ്. സോ ദിസ് ഇസ് ഐ ആർ. നൗ ഐ എൽ ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യണം? ഐ എൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ത്രൂ ഇൻഡക്ടർ. കറണ്ട് ത്രൂ ഇൻഡക്ടർ ലാഗ്സ് ദ അപ്ലൈഡ് ഇ എം എഫ് ബൈ പൈ ബൈ 2. സോ ഇറ്റ് വിൽ ബി അലോങ് ദ മൈനസ് വൈ ഡയറക്ഷൻ. സിമിലർലി ഐ സി കറണ്ട് ത്രൂ കപ്പാസിറ്റർ ലീഡ്സ് ദ അപ്ലൈഡ് ഇ എം എഫ് ബൈ എ ഫേസ് ഓഫ് പൈ ബൈ 2. സോ പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ ഞാൻ ആരെ മാർക്ക് ചെയ്യണം? ഐ സി മാർക്ക് ചെയ്യണം. സോ ദിസ് ഇസ് എ വെക്റ്റർ ഡയഗ്രാം. കഴിഞ്ഞില്ല. ഇനി ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുന്നു ഐ സി ഗ്രേറ്റർ ദാൻ ഐ എൽ ആണെന്ന് വിചാരിക്കുക. ഐ സി ഗ്രേറ്റർ ദാൻ ഐ എൽ ആണെങ്കിൽ ഐ സിയുടെയും ഐ എല്ലിൻ്റെയും റിസൾട്ടൻ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഐ സി മൈനസ് ഐ എൽ അലോങ് ദിസ് പോസിറ്റീവ് വൈ ഡയറക്ഷൻ. ശരിയല്ലേ? ഇവിടെ ഞാൻ എടുത്തത് ഐ സി ഗ്രേറ്റർ ദാൻ ഐ എൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഐ സിയുടെയും ഐ എല്ലിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഐ സി മൈനസ് ഐ എൽ അലോങ് ദ പോസിറ്റീവ് വൈ ഡയറക്ഷൻ. അപ്പോൾ നോക്കി, ഐ സി മൈനസ് ഐ എൽ ഒരു വെക്ടറായി, ഐ ആർ അടുത്ത വെക്ടർ. രണ്ടും പെർപെൻഡിക്കുലർ അല്ലേ. സോ ദ റിസൾട്ടൻ്റ് വിൽ ബി ഐ ബൈ മേക്കിംഗ് ആൻ പെർട്ടിക്കുലർ ആംഗിൾ അല്ലെങ്കിൽ ബൈ മേക്കിംഗ് എ പെർട്ടിക്കുലർ ഫേസ് ഫൈ. ഇവിടെ ഞാൻ 5 മാർക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫേസ് 5 ഉണ്ടായിരിക്കും. ഓക്കെ, സോ റിസൾട്ടൻ്റ് നമുക്ക് എങ്ങനെ എഴുതാം? സോ ദ റിസൾട്ടൻ്റ് ഓർ ദ എഫക്റ്റീവ് കറണ്ട്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫക്റ്റീവ് കറണ്ട് വിൽ ബി ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ആർ സ്ക്വയർ പ്ലസ് ഐ സി മൈനസ് ഐ എൽ ഹോൾ സ്ക്വയർ. ഞാനിവിടെ യൂസ് ചെയ്തത് എന്താണ്? നമ്മുടെ പാരലഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ തന്നെയാണ് യൂസ് ചെയ്തത്. ഐ സി മൈനസ് ഐ എല്ലും ഐ ആറും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തേർഡ് ടേം എന്താ ഉണ്ടാവില്ല? ക്യാൻസൽ ചെയ്തു പോകും. കാരണം കോസ് 90 എന്ന് പറഞ്ഞ ടേം വരുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്തു പോകും. ഇനി ഐ ആറിൻ്റെ വാല്യൂ, ഐ സിൻ്റെ വാല്യൂ, ഐ എല്ലിൻ്റെ വാല്യൂ നമുക്ക് തൊട്ട് മുന്നത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ ബൈ ആർ ഹോൾ സ്ക്വയർ പ്ലസ് ഐ സി എന്തായിരുന്നു? ഇ സി ഒമേഗ അല്ലേ. ഇ സി ഒമേഗ മൈനസ് ഇ ബൈ എൽ ഒമേഗ ഹോൾ സ്ക്വയർ. നോക്കിയേ, രണ്ട് ടേമിലും ഒരു ഇ സ്ക്വയർ കോമണാണ്.
അല്ലേ? അപ്പം ഇ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇ ആയിട്ട് മാറും. സോ ഐ ഈക്വൽ ടു ഇ ഇൻറ്റു റൂട്ട് ഓഫ് ഐ ആർ സ്ക്വയർ 1/r² പ്ലസ് സി ഒമേഗ മൈനസ് 1/L ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ ഇനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഐ ബൈ ഇ ഈക്വൽ ടു റൂട്ട് ഓഫ് 1/r² പ്ലസ് സി ഒമേഗ മൈനസ് 1/L സ്ക്വയർ. സോ ഇ ബൈ ഐ ആണ് നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്ന ആൾ. ഇത് ഇമ്പിഡൻസിൻ്റെ റെസിപ്രോക്കൽ അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇമ്പിഡൻസ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റെസിപ്രോക്കൽ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഇമ്പിഡൻസ് എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കി. ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ? അപ്പം ഇമ്പിഡൻസ് എന്തായിരിക്കും? 1/√1/r² പ്ലസ് സി ഒമേഗ മൈനസ് 1/L ഹോൾ സ്ക്വയർ ആയിരിക്കും. ശരിയല്ലേ? നോക്കാം. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫക്റ്റീവ് കറണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ദ ഇമ്പിഡൻസ് Z ഈക്വൽ ടു 1/√1/r² പ്ലസ് സി ഒമേഗ മൈനസ് 1/L ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പം ഇതിനെ ഞാൻ എന്ത് ചെയ്തു, തിരിച്ചിട്ടതാണ്. ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? Z കിട്ടും. അപ്പോൾ ഇവിടെയും റെസിപ്രോക്കലായി എടുക്കണം. ഓക്കെ, സോ വേർ Z ഈസ് ദ ഇമ്പിഡൻസ് ഓഫ് പാരലൽ LCR സർക്യൂട്ട്. ഇനി ഇതിൻ്റെ അഡ്മിറ്റൻസ് വേണമെങ്കിലോ? അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസിപ്രോക്കൽ ഓഫ് ഇമ്പിഡൻസാണ്. സോ ഈ ഒരു വാല്യൂ ആയിരിക്കും സത്യം പറഞ്ഞാൽ എന്ത്? ഈ ഒരു വാല്യൂ സത്യം പറഞ്ഞാൽ എന്താണ്? ഈ ഒരു LCR പാരലൽ സർക്യൂട്ടിൻ്റെ അഡ്മിറ്റൻസ് ആണ്. LCR പാരലൽ സർക്യൂട്ടിൻ്റെ അഡ്മിറ്റൻസ് ആണ് എന്ത്? √1/r² പ്ലസ് സി ഒമേഗ മൈനസ് 1/L ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു 2 ടേം എനിക്ക് സ്പെഷ്യലായിട്ട് എനിക്ക് പറയണം. ഓക്കെ, ദിസ് ഇസ് അഡ്മിറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്മിറ്റൻസിൻ്റെ വാല്യൂ. ഇവിടെ എനിക്ക് സ്പെഷ്യലായിട്ട് 2 ടേമുകൾ പറയാനുണ്ട്. ഒന്ന് ഈ ഒരു ടേം സി ഒമേഗ മൈനസ് 1/L. ഇവിടുത്തെ സി ഒമേഗ മൈനസ് 1/L എന്ന് പറയുന്ന ടേം സസപ്റ്റൻസ് ആണ്. ആക്ച്വലി സസപ്റ്റൻസ് എന്നാണ് സി ഒമേഗ മൈനസ് 1/L നമ്മൾ വിളിക്കുന്ന പേര്. നമുക്കറിയാം 1/C ഒമേഗ ആയിരുന്നെങ്കിൽ അതെന്താണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. L ആണെങ്കിൽ എന്താണ്? അത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഇവിടെ 1/C ഒമേഗ അല്ല, എന്താണ്? സി ഒമേഗയാണ്. സോ സി ഒമേഗനെ നമുക്ക് എന്ത് വിളിക്കാം? സി ഒമേഗ വിൽ ബി കപ്പാസിറ്റീവ് സസപ്റ്റൻസ്. ഓക്കെ, ആൻഡ് L 1/L എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻഡക്റ്റീവ് സസപ്റ്റൻസ്. അപ്പം സീരീസ് സർക്യൂട്ടുകൾ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ അവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസുകളും കപ്പാസിറ്റീവ് റിയാക്റ്റൻസുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇത് പാരലൽ സർക്യൂട്ടുകളിലേക്ക് എത്തുന്ന സമയത്ത് സി ഒമേഗനെ നമ്മൾ കപ്പാസിറ്റീവ് സസപ്റ്റൻസ് എന്നും 1/L ഇൻഡക്റ്റീവ് സസപ്റ്റൻസ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ സി ഒമേഗ മൈനസ് 1/L നമ്മൾ വിളിക്കുന്ന പേര് സസപ്റ്റൻസ് ഓഫ് LCR സർക്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കെന്ത് വേണം? ഫേസ് വേണം അല്ലേ? ഫേസ്. അപ്പോൾ എവിടെയാണ് ഞാൻ ഫേസ് പറഞ്ഞത്? ഇതാണ് നമ്മുടെ EMFും ടോട്ടൽ കറണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫേസ്. സോ ഫേസ് ഫൈ എന്തായിരിക്കും? tan phi വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇതല്ല ഓപ്പോസിറ്റ് സൈഡ്. സോ IC മൈനസ് IL അല്ലേ? സോ tan phi ഈക്വൽ ടു IC മൈനസ് IL ഡിവൈഡഡ് ബൈ IR. ഓക്കെ, സോ ICൻ്റെ വാല്യൂ എന്താ? EC ഒമേഗ ആൻഡ് ILൻ്റെ വാല്യൂ മൈനസ് എന്ത് വരും? ILൻ്റെ വാല്യൂ എന്ത് വരും? E/L ഡിവൈഡഡ് ബൈ IRൻ്റെ വാല്യൂ E/R. ഇനി ഇതിന് എല്ലാ ടേമിലും E ഉണ്ട്, കട്ട് ചെയ്ത് പോകും. ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? C ഒമേഗ മൈനസ് 1/L ഡിവൈഡ് ബൈ 1/R. ഓർ ഇത് tan phi ആണല്ലേ? phi വിൽ ബി ഈക്വൽ ടു tan ഇൻവേഴ്സ്. ഈ R എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൽ പോകും. സോ phi ഈക്വൽ ടു tan ഇൻവേഴ്സ് R ഇൻറ്റു C ഒമേഗ മൈനസ് 1/L. സോ ദിസ് വിൽ ബി ദ phase between current and applied EMF in a parallel LCR circuit. ഓക്കെ, ഒരു പാരലൽ LCR സർക്യൂട്ടിൻ്റെ ഫേസ് ആയിരിക്കും എന്ത്? phi ഈക്വൽ ടു tan ഇൻവേഴ്സ് R ഇൻറ്റു C ഒമേഗ മൈനസ് 1/L. ശ്രദ്ധിക്കുക, ഇവിടെ ഫേസ് ഏതാണ്? ഫേസ് എപ്പോഴും മാർക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഫേസ് എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് കറണ്ടും അപ്ലൈഡ് EMFും തമ്മിലായിരിക്കും എന്ത്? എപ്പോഴും ഫേസ് വരിക അല്ലേ? ഫേസ് ആംഗിൾ എപ്പോഴും അങ്ങനെയല്ലേ വരിക? സോ ഇവിടെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ലൈനും ഈ ഒരു കറണ്ടിൻ്റെ ഡയറക്ഷനും ഈ ഒരു EMFിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ളതായിരിക്കും. ഈ ഒരു ആംഗിൾ ആയിരിക്കും എന്ത്? ഫേസ് ഫൈ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്മിറ്റൻസ് ആൻഡ് ഫേസ് ആംഗിൾ ഇൻ LR പാരലൽ സർക്യൂട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പാരലൽ സർക്യൂട്ടുകളിലേക്ക് എത്തി. അപ്പം അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന LR പാരലൽ സർക്യൂട്ടിൻ്റെ അഡ്മിറ്റൻസും അതേപോലെ ഫേസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ അതേപോലെ തന്നെ വെക്ടർ ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് വെക്ടർ ഡയഗ്രം വരയ്ക്കാം. LR പാരലൽ സർക്യൂട്ട് അല്ലേ? അപ്പോൾ LR പാരലൽ സർക്യൂട്ട് ആകുമ്പോൾ ഞാൻ പറഞ്ഞു
എല്ലാ കോമ്പണൻസിന് അക്രോസ് ആയിട്ടുള്ള ഇ എം എഫ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും അപ്ലൈഡ് ആയിട്ടുള്ള ഇ എം എഫ് തന്നെയായിരിക്കും. സോ ഇ തന്നെയായിരിക്കും. ഇനി വേണ്ടത് ഫേസ് റിലേഷൻ ആണ് അറിയേണ്ടത്. ഇൻഡക്ടറും റെസിസ്റ്ററുമാണ്. റെസിസ്റ്ററിൻ്റെ കേസ് നമുക്കറിയാം ഇറ്റ് വിൽ ബി ഇൻ ഫേസ് ആയിരിക്കും. സോ ഞാനിവിടെ പോസിറ്റീവ് എക്സ് ആക്സിസിൽ ഞാൻ അപ്ലൈഡ് ഇ എം എഫ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ റെസിസ്റ്ററിലൂടെ കറണ്ട് എപ്പോഴും എന്തായിരിക്കും ഇൻ ഫേസ് വിത്ത് അപ്ലൈഡ് ഇ എം എഫ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഇറ്റ് സെൽഫ്. നൗ എൽ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇൻഡക്ടറിലുള്ള കറണ്ട് എങ്ങനെയായിരിക്കും, ലാഗ്സ് അപ്ലൈഡ് ഇ എം എഫ് ബൈ എ ഫേസ് ഓഫ് π/2 ആണ്. സോ എങ്ങനെ വരയ്ക്കണം, മൈനസ് വൈ ഡയറക്ഷനിൽ വേണം ഞാൻ എന്ത് മാർക്ക് ചെയ്യാൻ, ഐ എൽ മാർക്ക് ചെയ്യാൻ. സോ ഐ ആർ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ, ഐ എൽ നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ, സിൻസ് ഐ എൽ ലാഗ്സ് ദ അപ്ലൈഡ് ഇ എം എഫ് ബൈ എ ഫേസ് ഓഫ് π/2. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഐ എൽ ഉണ്ട്, ഇവിടെ ഐ ആർ ഉണ്ട്. സോ ദ റിസൾട്ടൻറ്റ് കറണ്ട് വിൽ ബി അലോങ് ദിസ് ഡയറക്ഷൻ ബൈ മേക്കിംഗ് ആൻ ആംഗിൾ ഫൈ വിത്ത് ദിസ് അപ്ലൈഡ് ഇ എം എഫ്. വെക്ടർ ഡയഗ്രം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ദ കറണ്ട്, ദ റിസൾട്ടൻറ്റ് കറണ്ട് ഐ ഈക്വൽ ടു റൂട്ട് ഓഫ്, ഒരു വെക്ടർ ഏതാ ഐ ആർ ആണ്, ഒരു വെക്ടർ ഐ എൽ ആണ്. സോ റൂട്ട് ഓഫ് ഐ ആർ സ്ക്വയർ പ്ലസ് ഐ എൽ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ടേം ഉണ്ടാവുമോ, ഇല്ല, കാരണം ഐ ആറും ഐ എൽ എന്താണ് അഗൈൻ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തേർഡ് ടേം ഉണ്ടാവില്ല. ഐ ആറിൻ്റെ വാല്യൂ എന്താ ഇ ബൈ ആർ ആണ്, ഐ എല്ലിൻ്റെ വാല്യൂ ഇ ബൈ എൽ ഒമേഗ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ ബൈ ആർ ഹോൾ സ്ക്വയർ പ്ലസ് ഇ ബൈ എൽ ഒമേഗ സ്ക്വയർ. രണ്ടിലും ഇ സ്ക്വയർ കോമൺ ആണ്, റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇ ആവും. സോ ഐ ഈക്വൽ ടു ഇ ഇൻറ്റു റൂട്ട് ഓഫ് 1/r സ്ക്വയർ പ്ലസ് 1/l ഒമേഗ സ്ക്വയർ. നമുക്ക് വേണ്ട എന്താ അഡ്മിറ്റൻസ് അല്ലേ. സോ ഇവിടെ നിന്ന് ഞാൻ ഐ ബൈ ഇ ഞാൻ എടുക്കാൻ പോവാണ്. സോ ഐ ബൈ ഇ, അഡ്മിറ്റൻസ് ഐ ബൈ ഇ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 1/z അല്ലേ, കാരണം ഇ ബൈ ഐ ആണെന്ത് z വരുന്നത്, ഇവിടെ ഐ ബൈ ഇ ആണ്. സോ ദാറ്റ് ഈസ് 1/z, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ അഡ്മിറ്റൻസ് y വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, റൂട്ട് ഓഫ് 1/r സ്ക്വയർ പ്ലസ് 1/l ഒമേഗ whole square. So this is the admittance in the case of a LR parallel circuit. അടുത്തത് നമുക്ക് വേണ്ടത് ഫേസ് ആണ്. ഫേസ് ആംഗിൾ. ഇൻ ഫേസ് ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് അപ്ലൈഡ് ഇ എം എഫ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതിന് നമ്മൾ മുന്നേ ചെയ്ത അതേപോലെ തന്നെ ഇതൊക്കെ ഏകദേശം ഒരേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ തിയററ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസുകളൊന്നും പാരലൽ സർക്യൂട്ടിൽ പറയുന്നില്ല, ഒക്കെ നമ്മൾ ഈ വെക്ടർ ഡയഗ്രം വെച്ചിട്ട് തന്നെ പറയുന്നുള്ളൂ. ഓക്കെ, സോ ഫേസ് കാണണം അല്ലേ. ഫേസ് കാണാൻ നമ്മൾ ആര് യൂസ് ചെയ്യും, ടാൻ ഫൈ. സോ ടാൻ ഫൈ എന്തായിരിക്കും ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ഇതേതാ ഐ എൽ അല്ലേ. സോ ഐ എൽ ഡിവൈഡഡ് ബൈ ഐ ആർ. സോ ടാൻ ഫൈ ഈക്വൽ ടു ഐ എൽ ഡിവൈഡ് ബൈ ഐ ആർ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ എൽ ഒമേഗ ഡിവൈഡഡ് ബൈ ഇ ബൈ ആർ. സോ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആർ ബൈ എൽ ഒമേഗ കിട്ടും അല്ലേ. സോ ടാൻ ഫൈ ഈക്വൽ ടു ആർ ബൈ എൽ ഒമേഗ ഓർ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആർ ബൈ എൽ ഒമേഗ. So this is the phase in the case of an LR parallel circuit. നിങ്ങൾക്ക് ഈ വെക്ടർ ഡയഗ്രം പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. വെക്ടർ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിന് കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇനി ഒരു സർക്യൂട്ടും കൂടെ ഏതായിരിക്കും, LR കഴിഞ്ഞു, അടുത്ത ഏതാ CR. സോ അഡ്മിറ്റൻസ് ആൻഡ് ഫേസ് ആംഗിൾ ഇൻ CR പാരലൽ സർക്യൂട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വെക്ടർ ഡയഗ്രം വരയ്ക്കാം. വെക്ടർ ഡയഗ്രം വരയ്ക്കുമ്പോൾ വീണ്ടും പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഞാൻ അപ്ലൈഡ് ഇ എം എഫ് മാർക്ക് ചെയ്തു. ഇനി ആർ ഉണ്ടല്ലേ, അപ്പോൾ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് അലോങ് ദിസ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ തന്നെയായിരിക്കും. പിന്നെ ഉള്ളത് സി ആണ്, കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് എങ്ങനെയായിരിക്കും, ഇറ്റ് വിൽ ബി ലീഡിങ് ദ applied EMF by a phase of π/2. So that is current through the capacitor leads the current by a phase of π/2. So IC will be along the positive y direction. സോ റിസൾട്ടൻ്റ് എന്തായിരിക്കും, ഇവിടുത്തെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഐ സി വെക്ടറും ഐ ആറും നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ. സോ ദിസ് റിസൾട്ടൻ്റ് വെക്ടർ വിൽ ബി ഐ അലോങ് ദിസ് ഡയറക്ഷൻ ബൈ മേക്കിംഗ് ആൻ ആംഗിൾ ഫൈ വിത്ത് ദ അപ്ലൈഡ് ഇ എം എഫ്. അതായത് റിസൾട്ടൻ്റ് കറണ്ടും അപ്ലൈഡ് ഇ എം എഫ് നമ്മളുള്ള ആംഗിൾ എത്രയാണ്, ഫേസ് ആംഗിൾ എത്രയാണ്, ഫൈ ആണ്. So the resultant current I will be equal to root of IR square plus IC square. IRൻ്റെ വാല്യൂ എന്താ, E by R. ICൻ്റെ വാല്യൂ E by XC ആണ്. XC 1/C ഒമേഗ ആയിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ എന്താ, EC ഒമേഗ അല്ലേ. സോ I ഈക്വൽ ടു റൂട്ട് ഓഫ് IR സ്ക്വയർ പ്ലസ് IC സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് E by R സ്ക്വയർ പ്ലസ് EC ഒമേഗ സ്ക്വയർ. രണ്ടിലും ഈ സ്ക്വയർ കോമൺ ആയിട്ട് നമുക്ക് ബ്രാക്കറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടും. സോ ഈ സ്ക്വയറിന് റൂട്ടിനെ പുറത്തേക്കുമ്പോൾ ഇ. സോ ഐ ഈക്വൽ ടു
E into root of 1 by R square plus C omega whole square. ഓക്കെ നോ നമുക്ക് വേണ്ട എന്താ അഡ്മിറ്റൻസ് അല്ലേ അപ്പം ഐ ബൈ ഇ അല്ലേ അഡ്മിറ്റൻസ് സോ ഐ ബൈ ഇ ഈക്വൽ ടു 1 ബൈ സെഡ് ദറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ഇമ്പിഡൻസ് ഈക്വൽ ടു ദ അഡ്മിറ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ബൈ ആർ സ്ക്വയർ പ്ലസ് സി ഒമേഗ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ദ അഡ്മിറ്റൻസ് ഓഫ് സി ആർ പാരലൽ സർക്യൂട്ട്. നമുക്ക് നേരത്തെ എൽ ആർ പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ അഡ്മിറ്റൻസ് എന്താ കിട്ടിയേ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ബൈ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ എൽ ഒമേഗ സ്ക്വയർ എന്നാണ് കിട്ടിയത്. ഇവിടെ സി ആർ പാരലൽ സർക്യൂട്ട് ആയപ്പം അഡ്മിറ്റൻസിൻ്റെ വാല്യൂ വൈ ഈക്വൽ ടു 1 ബൈ ആർ സ്ക്വയർ പ്ലസ് സി ഒമേഗ സ്ക്വയർ. സി ഒമേഗനെ വിളിക്കുന്ന പേര് കപ്പാസിറ്റീവ് സസെപ്റ്റൻസും 1 ബൈ എൽ ഒമേഗനെ വിളിക്കുന്ന പേര് ഇൻഡക്റ്റീവ് സസെപ്റ്റൻസും. ഓക്കെ ഇനി ഒരാളും കൂടെ കാണാണ്ടല്ലോ ആരാ ഫേസ് ആംഗിൾ അല്ലേ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് കറണ്ട് ആൻഡ് അപ്ലൈഡ് ഇ എം എഫ്. നേരത്തെ എടുത്ത പോലെ തന്നെ ടാൻ ഫൈ എന്ന് പറയുമ്പോൾ എന്ത് വരും ഈ സൈഡ് ഏതാ ഐ സി അല്ലേ ടാൻ ഫൈ ഈക്വൽ ടു ഐ സി ബൈ ഐ ആർ. ഐ സി എന്ന് പറയുന്നത് ഇ സി ഒമേഗയാണ്. സോ ഇ സി ഒമേഗ ഡിവൈഡഡ് ബൈ ഇ ബൈ ആർ. ഇയും കട്ട് ചെയ്ത് പോവും. ബാക്കി എന്താ ഉണ്ടാവുക തലകുത്തിനുണ്ടാവും അല്ലേ. സോ ആർ സി ഒമേഗ ദാറ്റ് ഈസ് ഫൈ വിൽ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആർ സി ഒമേഗ. സോ ദിസ് വിൽ ബി ദ phase between the resultant current and applied EMF in the case of a CR parallel circuit. ഓക്കെ അപ്പം പാരലൽ സർക്യൂട്ട് അനാലിസിസ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുള്ളത് വെക്ടർ ഡയഗ്രാം വെച്ചിട്ടാണ്. അപ്പോൾ വെക്ടർ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് അനാലിസിസും അഡ്മിറ്റൻസും അതേപോലെ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഇ എം എഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എൽ സി പാരലൽ സർക്യൂട്ടാണ്. പിന്നെ റെസൊണൻസ് പറയാനുണ്ട്, റെസൊണൻസ് ഇൻ പാരലൽ എൽ സി ആർ സർക്യൂട്ട് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ